കടലിനടിയിൽ ചത്ത ജീവികളുടെ അസ്ഥികൂടങ്ങളിൽ പറ്റിപ്പിടിച്ച് അവയെ ഭക്ഷിക്കുന്ന ജീവികളാണ് സോംബി വർംസ്. സയന്റിഫിക്കായി ഒസിഡാക്സ് എന്നും വിളിക്കപ്പെടുന്ന ഈ സൂക്ഷ്മജീവികൾ ഏകദേശം 100 ദശലക്ഷം വർഷങ്ങളായി കടലിനടിയിൽ ജീവിക്കുന്നവയാണ്. കടലിനടിയിലെ തിമിംഗലങ്ങൾ അടക്കമുള്ള മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളെ അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളെ തുരന്ന് അതിലെ കൊഴുപ്പ് വലിച്ചെടുത്ത് ജീവിക്കുന്നവയാണിവ. സോംബി പുഴുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ വർഗം ആഴക്കടലിലെ നിർണായകമായ ജീവിവർഗമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ കാലങ്ങളായി കടലിലെ ആവാസ വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിരുന്ന ആ ജീവിവർഗം അപ്രത്യക്ഷമായാലോ? കടലിന്റെ താളം തന്നെ തെറ്റാൻ മറ്റെന്തെങ്കിലും വേണോ? അതെ, ആ ഒരു ഭയത്തിലാണ് ശാസ്ത്രലോകമിപ്പോൾ. ഓഷ്യൻ നെറ്റ്വർക്ക്സ് കാനഡ, വിക്ടോറിയ സർവകലാശാല എന്നിവിടങ്ങളിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് കടലിന് അത്രയേറെ പ്രാധാന്യമുള്ള ഈ ജീവികൾ വേണ്ടുവോളം ഇന്നില്ല എന്ന കാര്യം കണ്ടെത്തിയത്. അതെത്രത്തോളമാണെന്ന് പരീക്ഷിക്കാനായി സമുദ്ര ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 1000 മീറ്റർ താഴെ കൂറ്റൻ തിമിംഗലത്തിന്റെ അസ്ഥികൾ ഗവേഷകർ സ്ഥാപിച്ചു. അസ്ഥി തിന്നുന്ന ജീവികൾ സാധാരണയായി വരുന്നത് പോലെ വേഗത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിച്ചത്. എന്നാൽ ആ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാൻ പ്രതീക്ഷിച്ച അത്ര സോംബി പുഴുക്കൾ എത്തിയില്ല. അവ കടലിൽ നിന്നും പൂർണ്ണമായി അപ്രത്യക്ഷമായോ എന്ന ആശങ്കയാണ് ഇതോടെ ഗവേഷകരിൽ ഉടലെടുത്തത്. ഏകദേശം 1 പതിറ്റാണ്ട് നീണ്ട ആഴക്കടൽ പരീക്ഷണമാണ് ഈ ജീവികളുടെ പോക്ക് വരവിനെ കുറിച്ച് പഠിക്കാനായി ഗവേഷകരെടുത്ത സമയം. അതിനായി ഉയർന്ന റെസല്യൂഷനുള്ള അണ്ടർ വാട്ടർ ക്യാമറകൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഏകദേശം 10 വർഷത്തോളം തിമിംഗലത്തിന്റെ അസ്ഥികൾ നിരീക്ഷിച്ചു. അതിശയകരമെന്ന് പറയട്ടെ, ഈ കാലയളവിൽ ഒരു സോംബി വർമിനെ പോലും കണ്ടെത്താൻ ഗവേഷകർക്ക് സാധിച്ചില്ല. പിന്നീട് ഗവേഷകർ വീണ്ടും അന്വേഷണം നടത്തി. തിമിംഗലങ്ങളുടെ അസ്ഥികളെ അകത്താക്കുന്നതിലും ആഴക്കടൽ ഭക്ഷ്യ വലയങ്ങളെ നിലനിർത്തുന്നതിലും പേരുകേട്ട ഈ ജീവികൾക്ക് ഇതെന്തു പറ്റി? അവ എവിടെ പോയി? ഭൂമിക്കും സമുദ്രത്തിനും എത്രമാത്രം ദോഷമാണ് ഈ ജീവികളുടെ അഭാവം? സമുദ്ര ജൈവ വൈവിധ്യത്തിന്റെയും സമുദ്ര ഭക്ഷ്യചക്രത്തിന്റെയും ആരോഗ്യത്തെക്കുറിച്ചുള്ള ഗുരുതരമായ മുന്നറിയിപ്പായിട്ടാണ് ഇവയുടെ അഭാവം കണക്കാക്കുന്നത്. സമുദ്രത്തിലെ ഓക്സിജന്റെ അളവ് അപകടകരമാം വിധം കുറഞ്ഞു വരികയാണ് എന്നും മുമ്പുണ്ടായിരുന്ന പല ഉൾക്കടൽ പ്രദേശത്തും ഓക്സിജൻ ലഭിക്കുന്നില്ലെന്നുമാണ് ജീവികളുടെ അഭാവത്തിന് കാരണമായി ഗവേഷകർ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. സമുദ്ര താപനിലയിലെ വർധനവുമായി ബന്ധമുള്ള ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ഓക്സിജന്റെ അഭാവം ഈ ജീവികളെ മാത്രമല്ല, അവയെ ആശ്രയിച്ചു കഴിയുന്ന മറ്റു ജീവി വർഗങ്ങളെയും സൂക്ഷ്മാണുക്കളെയും ബാധിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. സമുദ്ര താപനം മൂലം ഓക്സിജൻ കുറയുന്നതോടെ വടക്കു കിഴക്കൻ പസഫിക് മാർജിനിലുള്ള തിമിംഗലങ്ങൾ പെട്ടെന്നില്ലാതാകാനും കാടുകൾ നശിക്കാനും വരെ സാധ്യതയുണ്ടെന്നും അതുമൂലം ആഗോള ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നമുണ്ടാകുമെന്നാണ് പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ഹവായ് സർവകലാശാലയിലെ പ്രൊഫസർ എമിറേറ്റ്സ് ക്രെയ്ഗ് സ്മിത്ത് പറയുന്നത്. സോംബി വർംസിന്റെ അപ്രത്യക്ഷമാകൽ വരാൻ പോകുന്ന വിപത്തിന്റെ സൂചനയാണ് എന്നൊരു മുന്നറിയിപ്പും അദ്ദേഹം നൽകി. സോംബി വർംസ് എന്നത് അസാധാരണ ജീവികളാണ്. അവയ്ക്ക് വായ, ദഹനനാളം എന്നിവയില്ല. പകരം അസ്ഥികളിൽ ചെന്നിറങ്ങി വേരുകൾ പോലുള്ള ഘടനകൾ ഉപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ വേരുകൾക്കുള്ളിൽ വസിക്കുന്ന ചെറു ബാക്ടീരിയകൾ തിമിംഗല അസ്ഥികളിൽ നിന്ന് പോഷകങ്ങൾ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മുൻകാലങ്ങളിലെല്ലാം പസഫിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ സോംബി വർമുകളെ ഒരുപാട് കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇന്ന് അവയെ കാണാൻ ആകുന്നില്ലെന്നത് മറ്റു ജീവിവർഗങ്ങളുടെയും നിലവിലെ സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവേഷകരെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന ഫലങ്ങളായിരിക്കാം ഈ അന്വേഷണങ്ങളിൽ കാത്തിരിക്കുന്നത് എന്ന ഭയവും കൂടി ഗവേഷകർക്കിന്നുണ്ട്.